ഏവർക്കും പ്രിൻസിപ്പൽ ജെയിംസ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈസൻസൊക്കെ വിർച്വലായതുപോലെ തന്നെ നമ്മുടെ RC ബുക്കുകൾ ഇപ്പോൾ ഡിജിറ്റലായി മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് RC ബുക്ക് ഡിജിറ്റലായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത്, അതുപോലെ തന്നെ എത്തരത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഒരിക്കൽ മാത്രമേ നമ്മുടെ RC ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റിയത്. ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ PDF മറ്റും നഷ്ടമായാൽ നിങ്ങൾ വീണ്ടും എന്താണ് അത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടിയിട്ട് ഫീസ് അടച്ച് വീണ്ടും ഒന്നേന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ചേസ് നമ്പർ, അതുപോലെ തന്നെ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ. ഓക്കെ, അപ്പോൾ ആ ഫോൺ നമ്പറിൽ ഒരു OTP വരും, അതും ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഗൂഗിളിലോ ക്രോമിലോ ഏതാണോ നിങ്ങളുടെ ബ്രൗസർ അതിനകത്തേക്ക് കയറുക. അതിനകത്ത് നമ്മുടെ പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. പരിവാഹൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോഴിതാ ഇതുപോലെ ഒരു സൈറ്റ് നമുക്ക് വരും കണ്ടോ. ഓക്കെ, അതിൽ ആദ്യം കിടക്കുന്ന വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്ന് പറയുന്നത് നമ്മളൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനകത്ത് നിന്നും സെലക്ട് സ്റ്റേറ്റ് നെയിം, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് കേരള. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതുപോലെ അടുത്തൊരു പുതിയൊരു ക്യാൻവാസ് നമുക്ക് തുറന്ന് വരും. നമുക്കതിനകത്ത് വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും കണ്ടോ. വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്ററിങ് അതോറിറ്റി എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. അവിടെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കൊടുത്തു. ഓക്കെ, അതിൽ പ്രൊസീഡ് കൊടുത്തു. ഇവിടെയും പ്രൊസീഡ് കൊടുക്കുക. അപ്പോഴിതാ ഇതുപോലെ ഓൺലൈൻ സർവീസസ് എന്ന് പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻ വരും. അതിൽ ഡൗൺലോഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഓക്കെ, അവിടെ തന്നെ കണ്ടോ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ പ്രിൻ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അത് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചേസ് നമ്പർ, അതായത് അതിൻ്റെ അവസാനത്തെ 5 അക്കമാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഓക്കെ, അപ്പോൾ അവസാനത്തെ 5 എണ്ണം. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. അതിൽ വാലിഡേറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ഒരു ഇത് കൊടുക്കണം. ഓക്കെ, ടിക്ക് കൊടുത്തു. ശേഷം ജനറേറ്റ് OTP, നമ്മുടെ അവസാനത്തെ മൊബൈലിൻ്റെ അവസാനത്തെ നമ്പർ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ OTP പോവും. ആ ഒരു OTP എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതിൽ ടൈപ്പ് ചെയ്ത് ചേർക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ OTP നമുക്ക് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ OTP ഇത് അവിടെ ടൈപ്പ് ചെയ്ത് ചേർത്തു. അവിടെ ഷോ ഡീറ്റെയിൽസ് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യും. നമുക്ക് RC ബുക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻവാസിൽ തന്നെ നമുക്ക് മേളിൽ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് കൊടുത്തു. കൊടുക്കുമ്പോൾ ഇതുപോലെ വരും. ഇതിൽ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒന്നും കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൽ താഴെ അവിടെ പ്രിൻ്റ് ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് അതിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ PDF എന്ന് പറയുന്നത് കണ്ടോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഒന്ന് സേവ് ചെയ്തുകൊണ്ടാണ് റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നത്, അതല്ലെങ്കിൽ വരത്തില്ല കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ട് എന്ത് ചെയ്യും, സേവ് ആവും. അപ്പോൾ ഈ ഒരു ഡൗൺലോഡ് ചെയ്യുന്ന PDF നിങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വയ്ക്കുക. ഇനി ഇതിനെ നമുക്ക് ഏതെങ്കിലും PVC കാർഡായിട്ട് പ്രിൻ്റ് എടുക്കുന്നിടത്ത് എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുക്കാം. അല്ലെങ്കിൽ PDF ആയിട്ട് തന്നെ നമ്മുടെ ഫോണുകളിൽ എന്ത് ചെയ്യാം, സൂക്ഷിക്കാം. അപ്പോൾ ഏതാണോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കുക, ഉപയോഗിക്കുക. ഡൗൺലോഡ് ചെയ്ത PDF എവിടെയെങ്കിലും സേഫായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ. കാരണം നഷ്ടമായി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പണം ചിലവാണ്, നഷ്ടമാണ്. നമ്മൾ വീണ്ടും ഫീസ് അടച്ച് മാത്രമേ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സൂക്ഷിച്ച് തന്നെ വയ്ക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.